ഇതിപ്പം പുതിയ ബാച്ച് ഉണ്ടായേക്കുന്നതാണ്. ഇതൊരു ഈ ഒരു സൈസ് ആകുമ്പോഴാണ് നമ്മൾ പിടിച്ചു മാറ്റുന്നത്. ഇതെന്നാ വില? ഇത് 300 രൂപയ്ക്ക്. അല്ല 300 രൂപ? 300 അല്ല 200, സോറി, 200 രൂപയ്ക്ക് 3 ഇഞ്ച് പ്ലസ് സൈസ്. ചാടിപ്പോലെ ഏതാ വലുത്? നമ്മൾ അക്വേറിയത്തിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ 10,000-3000. അത് ഇവിടുന്ന് എന്നാ തൃശ്ശൂർ സൈഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകുമ്പോഴേക്കും 10,000-5000 ഭയങ്കര വിലയുള്ള മീനാണ്. ഓർണമെന്റൽ രീതിയിൽ. കിലോയ്ക്കാണോ അതോ ഒരു ഫിഷിനാണോ? ഒരു ഫിഷിന് തന്നെ. നമ്മളിവിടെ കൊടുക്കുന്ന ചെറിയ മീനിന് പോലും 100 രൂപയ്ക്ക് കൊടുക്കുന്നത് പോലും ഈ തൊട്ടപ്പുറയുള്ള പാലായി വരെ അക്വേറിയത്തിൽ 500 രൂപയാണ്. 500. അത്രയും ഒരു പ്രീമിയം ഫാൻസി ഐറ്റം രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ട് അതിന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇത്രയും വൈഡിൽ ഈ ഫ്രെയിമിൽ ഇത് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഈ പ്ലേസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അടിപൊളി വൈബ് തകർപ്പൻ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഒരു മത്സ്യകൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളോടൊപ്പം ഒരു അടിപൊളി കർഷകനുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. പേരെങ്ങനെയായിരുന്നു? അരുൺ കെ ജാൻസ്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞായിരുന്നേ. ഇത് കുന്നോന്നിയാണ്. അതായത് നമ്മുടെ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, പൂഞ്ഞാറിന്ന് ഒരു 3.5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വരണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്പരന്ന് പോയി. ഭയങ്കര രസമെന്നാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഒന്ന് പറയാം. ഞാൻ ഗൗരാമിയുടെ ഒരു ഫാമാണ്, എക്സ്ക്ലൂസീവ്ലി ഗൗരാമി. അതായത് ഗൗരാമിയുടെ 4 വെറൈറ്റി. 4 വെറൈറ്റിയിൽ 2 എണ്ണം ഞാൻ മെയിനായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിങ്കും ബ്ലാക്കും. ഗൗരാമി ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഗൗരാമി ചെയ്യാൻ പണ്ട് തൊട്ടേ എനിക്ക് ഗൗരാമിയോട് ഒരു പാഷനായിരുന്നു. കാരണം ഇത് ഡയറക്റ്റ് ഓക്സിജൻ ബ്രീത്തിങ് ആണ്. ഭയങ്കരമായിട്ട് സർവൈവ് കൊണ്ട് ലോങ് ലൈഫ് സ്പാൻ ആണ്. 30-40 വർഷമുള്ള ലൈഫ് സ്പാൻ ഉള്ള എനിക്കറിയാം. ഫിഷാണ്. ഫിഷാണ്. അത് മച്യൂർ ആണെങ്കിൽ തന്നെ 3 വർഷം എടുക്കും. സാധാരണ ഓർഡിനറി ഒരു 25-30 വർഷം, 25 പ്രായമായത് വരെ ബ്രീഡ് ആകുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ ആയുസാണെന്ന് പറയുന്നത്. പക്ഷെ 40 വർഷം വരെ ജീവനോടെ ഉള്ളത് എനിക്കറിയാം. ഇതുവരെയായിട്ടും പ്രായം ചെന്ന് ഈ 10-20 വർഷമായിട്ടൊന്നും പ്രായം ചെന്ന് ചത്തിട്ടില്ല. അതുകൊണ്ടാണ് ലോങ് സ്പാന്. പിന്നെ ഭയങ്കരമായിട്ട് ഇണങ്ങും. പിന്നെ കാണാനും ഭയങ്കര ഒരു ജെന്റിൽ മൂവ്മെന്റും ഒക്കെയുള്ള ഒരു ഇതായിട്ട് ഒരു പാഷനായിട്ട് നമ്മൾ ഇതിനെ വളർത്തി തുടങ്ങിയതാണ്. പിന്നെ മനസ്സിലായി ഇത് ഇവിടെ ബ്രീഡ് ചെയ്യും. ഇവിടുത്തെ കാലാവസ്ഥയെ നല്ലവണ്ണം ബ്രീഡ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ടും മാറ്റിയെടുത്തതാണ്. ചിത്രകഥകളിലെ സാങ്കല്പിക ഗ്രാമങ്ങൾ പോലെ അതിസുന്ദരമാണ് കുന്നോന്നി എന്ന ഈ കൊച്ചു ഗ്രാമം. നാട്ടിൻപുറത്തിന്റെ നന്മകളെല്ലാം നിറഞ്ഞ പ്രദേശം. ഈ കാണുന്ന അരുവിയുടെ കരയിലൂടെ വണ്ടി ഓടിച്ചു ചെല്ലുന്നതാവട്ടെ പച്ചപ്പും ശുദ്ധജലവും ഒക്കെ പാശ്ചാത്യ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു വീടിന്റെ മുറ്റത്തേക്കാണ്. ഈ ഒരു ഭൂപ്രകൃതിയും ജലത്തിന്റെ ലഭ്യതയും ഒക്കെ മുൻപിൽ കണ്ടാണ് അരുൺ പല കുളങ്ങളിലായി ഇവിടെ മത്സ്യകൃഷി ആരംഭിക്കുന്നത്. അതും ഗൗരാമിയുടെ വ്യത്യസ്ത ഇനങ്ങൾ മാത്രം. മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാനായി ഇവിടെ എത്തിയവരും ഇതിലെ യാത്ര ചെയ്യുന്നവരുമൊക്കെ ഈ ഭൂപ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ച് മതിമറന്നു തുടങ്ങിയപ്പോഴാണ് അരുൺ വീട്ടുമുറ്റത്തിനും പരിസരത്തിനുമൊക്കെയായി കുറച്ചുകൂടി ഭംഗി ആവാഹിച്ചെടുത്ത് നൽകിയത്. പഴയൊരു ആട്ടും കൂടി ഞാൻ നവീകരിച്ചെടുത്ത് അതിഥികളെ സ്വീകരിക്കുന്നൊരു മുറിയാക്കി. സ്റ്റോർ റൂമിന്റെ മുൻവശമാകട്ടെ പാശ്ചാത്യ മാതൃകയിലുള്ള വീട് പോലെയാക്കി. അതിനടുത്തായിരുന്നു നാടൻ പശുത്തൊഴുത്തും അതിൽ ഒരു കന്നുകാലിയും. മുറ്റവും പൂന്തോട്ടവുമെല്ലാം പുല്ല് പച്ച പരവതാനി വിരിച്ചു. ഇതിനിടയിലെല്ലാം ചെറിയ പടുതാക്കുളങ്ങൾ നിർമ്മിച്ച് ഗൗരാമി കുഞ്ഞുങ്ങളെയും അരുൺ വളർത്തി. നമ്മുടെ ശരിക്കും ഫീൽഡ് എന്തായിരുന്നു? ഞാനൊരു മാത്സ് ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ CAയുടെ ഇന്റേൺഷിപ്പ്, പക്ഷേ അത് പാസ്സായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബിസിനസ്സും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കൃഷിയിലാണ് പാരമ്പര്യമായിട്ട് കൃഷി. നിങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്?
ഞാൻ ബേസിക്കലി പർണങ്ങാനക്കാരാണ്. ഓക്കെ. ഇവിടെ വന്ന് മേടിച്ച് വരുന്നതാണോ? അല്ല, അത് ഫാദറായിട്ട് വന്നതാണ്. ഞാനൊക്കെ ഇവിടുത്തെ കുന്നോന്നിക്കാരൻ തന്നെയാണ്. അല്ല, ഇത് ഇങ്ങനൊരു പ്ലേസ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക? അല്ല, ഭംഗിയുള്ള സ്ഥലം അല്ല, ഇത് ഭംഗിയാക്കിയതാണ്. നിങ്ങൾ അങ്ങനെ ആക്കിയതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വരുന്ന തോടിന്റെ സൈഡിൽ ഇപ്പൊ ഇതിന്റെ അപ്പുറത്തോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ വരേണ്ട ഈ തോടും ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടായിരുന്നു. തോടൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. തോടും റോഡും ഇങ്ങനത്തെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഫാദറായിട്ട് മേടിച്ചതാണ്. ഈ അഗ്രികൾച്ചറിലേക്ക് വന്നിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മിക്കവരും ചിലർ പറയുന്നത് ഇത് ഇങ്ങോട്ട് വരണ്ടായിരുന്നു അല്ലെങ്കിൽ അഗ്രികൾച്ചർ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഗ്രികൾച്ചർ ഇച്ചിരി സ്ട്രഗിൾ ഉള്ള ഫീൽഡാണ്. പക്ഷെ വരേണ്ട മനസമാധാനം ഉണ്ട്. പിന്നെ നല്ലവണ്ണക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷെ വരേണ്ട രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ സാമ്പത്തികത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ അത്ര മോശം ഫീൽഡ് അല്ല. നമ്മൾ ഇപ്പം നേരത്തെയൊക്കെ റബ്ബറായിരുന്നു നമ്മുടെ മെയിൻ ആധാരം. ഇപ്പം റബ്ബർ ആദായകരമല്ല. അപ്പം നമ്മൾ ഫീൽഡ് മാറ്റി പിടിച്ചു. വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതായത് ഞാൻ കുളത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 10-22 നിങ്ങൾ കണ്ടല്ലോ 10-22 ഓളം പടുതാക്കുളങ്ങൾ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പലരും ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ചെയ്യാവോ എന്ന് ചോദിച്ച് എന്നെ സമീപിച്ചിരുന്നു. അങ്ങനെ ഇപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ഇപ്പം എല്ലാവരും റബ്ബർ കൃഷി മാറ്റിയിട്ട് ഇത് പിന്നെ റംബുട്ടാനും ഫ്രൂട്ട് ട്രീസിൻ്റെ ആണല്ലോ. അപ്പോൾ അതിന് വെള്ളം മസ്റ്റാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ല, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും നമുക്ക് ഇനിയുള്ളത് മത്സ്യകൃഷിയെക്കുറിച്ച് പരിചയപ്പെടലാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ കുറച്ച് കൂടിപ്പോയി, എന്തെങ്കിലും ഇച്ചിരി നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇങ്ങനൊരു പ്രദേശം അടിപൊളി അതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രദേശത്തെ ആദ്യം പരിചയപ്പെടാം. അതിനൊപ്പം തന്നെ നമുക്ക് മത്സ്യകൃഷിയെ പരിചയപ്പെടാം. പ്രത്യേകിച്ച് ഗൗരാമി ഇനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഒന്നുമില്ല? ഇല്ല, വേറെ ഒന്നുമില്ല. ഗൗരാമി മാത്രം. ഗൗരാമിയുടെ ഹാച്ചറിയാണ്. അപ്പം നമ്മൾ മീറ്റ് പർപ്പസിന് കുറച്ച് നമ്മുടെ സ്വന്തം ആവശ്യത്തിനും പിന്നെ സാമ്പിൾ ചിലർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഹാച്ചറി ബ്രീഡിംഗ് ആണ് ഏറ്റവും ലാഭകരം. പക്ഷെ ഞാനിപ്പം ഈ റിസോർട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലർ ഇതിനെ സമീപിച്ചിട്ടുണ്ട്. അതായത് ഗ്രില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് നല്ല മത്സ്യമാണെന്ന് ബോധ്യപ്പെട്ടവർ എന്നെ സമീപിച്ചിട്ട് 1 കിലോ 3/4 കിലോ സൈസിലുള്ള മീനെ നമ്മൾ ലൈവായിട്ട് അവർക്കും അവിടെ ലൈവായിട്ട് അവിടെ ചെയ്യാൻ പറ്റുമല്ലോ. അവരുടെ ഫ്രണ്ടിൽ ഒരു പോണ്ട് കണക്ക് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചനയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മത്സ്യകൃഷിയുമായിട്ട് അറിയാനുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിവിടെ മൊത്തം എന്തോരം കുളത്തിൽ ചെയ്യുന്നുണ്ട്? 20ഓളം കുളമുണ്ട്. നാച്ചുറൽ പോൺസ് ആണ് അത് മൊത്തം? അല്ലല്ല, എല്ലാം പടുതാക്കുളമാണ്. നൈലോൺ ഷീറ്റ് ഇട്ടുള്ള ഇതാണ്. ഗൗരാമിയുടെ തന്നെ ജയന്റ് ഗൗരാമി എന്ന് പറയുന്ന സാധനമാണ്. അതായത് സൈസ് വെക്കുന്നത്. അതൊരു 10 കിലോ 11 കിലോ വരെയൊക്കെ സൈസ് വെക്കുന്നതാണത്. ജയന്റ് ഗൗരാമി തന്നെ 4 വെറൈറ്റിയാണുള്ളത്. പിങ്ക്, ബ്ലാക്ക്, ആൽബിനോ, റെഡ് ടെയിൽ. അതിൽ പിങ്കും ബ്ലാക്കുമാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അതാണ് വളർച്ച കൂടുതലുള്ളത്. ആൽബിനോ എന്നൊക്കെ പറയുന്നതും സൈസ് ആകുന്നതാണ്. പക്ഷേ അത് മെയിൻലി ഓർണമെൻ്റൽ പർപ്പസാണ്. പിങ്കും ബ്ലാക്കുമാണ് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിലും ഓർണമെൻ്റൽ ആയിട്ടുള്ള രീതിയിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത് ഏതാണ്? ഈ ഇനങ്ങളിൽ ഗ്രോത്ത് കണ്ടേക്കുന്നത് പിങ്കിനാണ്. പിങ്കിന് ഒരു വർഷം ഏതാണ്ടൊരു 600-700 ഗ്രാം വരെ ആവറേജ്. ഇപ്പം ചിലത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് 1 കിലോ വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആവറേജ് ഒരു 600-700 ഗ്രാം പിങ്കും ബ്ലാക്ക് ഒരു 400-500 ഗ്രാമും ഒരു വർഷം കൊണ്ടാവുള്ളൂ. പക്ഷേ ആദ്യം ഇതിന് വളർച്ച കുറവാണ്. പിന്നെയാണ് വളർച്ച കൂടുതൽ. 1 വർഷം കൊണ്ട് 400-500 ഗ്രാം ആയെങ്കിൽ 1.5 വർഷം കൊണ്ട് അടുത്ത 500 ഗ്രാം വെച്ച് 1 കിലോയോളം ആവും. 2 വർഷം കൊണ്ട് 2 കിലോ പ്ലസ് വരെയൊക്കെ ആവും. അങ്ങനെയാണ് ആദ്യത്തെ ഒരു വർഷം. ആദ്യത്തെ വർഷം ആദ്യം വളർച്ച കുറവാണിത്. പിന്നെ നമ്മൾ അതനുസരിച്ച് ഹൈ ഡെൻസിറ്റി ഇടല്ല. ഇച്ചിരി വെള്ളത്തിൻ്റെ നല്ല ഏരിയ കൂടുതലുണ്ടെങ്കിൽ വളർച്ച കൂടുതലാണ്. നമ്മളിപ്പം ചെറിയ കുളത്തിലിട്ട് വളർത്തി കഴിഞ്ഞാൽ അതായത് 1 സ്ക്വയർ മീറ്ററിൽ സാറിന് 4 മീൻ കുഞ്ഞുങ്ങെന്നുള്ള രീതിയിലാണ് വിടുന്നത്. അതായത് 4 കിലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ. എന്നാ അമോണിയായും ഓക്സിജൻ കണ്ടൻറ്റ് കുറവൊക്കെ ആണെങ്കിലും ഗൗര സർവൈവ് ചെയ്യും. പക്ഷേ ഗ്രോത്ത് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി തീർത്തും മോശമാകാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഫാമിങ് ഗൗരാമിൽ നടക്കത്തില്ലേ? ഹൈ ഡെൻസിറ്റി ഫാമിങ് അത്ര ഇതായിട്ട്, കാരണം വളർച്ച ഇതിന് ഒന്നാമത് സ്ലോ ഗ്രോത്താണ്. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഇട്ട് കഴിയുമ്പം
തീരെ ഗ്രോത്ത് ഇല്ല. തീരെ ഗ്രോത്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ നമ്മൾ നേരെ ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കണം. ഇത് വരേണ്ട ഇത് 6 മാസത്തെ ഒരു ക്രോപ്പ് അല്ല. നമ്മൾ ഒരിക്കലും 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ള ഒരു ടൈം പീരീഡ് കൊടുക്കണം. അല്ല, 1 വർഷം കൊണ്ട് നമ്മൾ 400-500 ഗ്രാമിന് നമുക്ക് പിടിച്ച് കഴിക്കാം. അന്നേരം കഴിക്കുന്നത് നഷ്ടമാണ്. കാരണം പിന്നീടാണ് ഫാസ്റ്റ് ഗ്രോത്ത്. അപ്പം നമ്മൾ മിനിമം 1.5 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യണം. ഈ 1.5 വർഷത്തേന് നമ്മൾ ഇങ്ങനെയുള്ള ഹൈ ഡെൻസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മറ്റേ തിലോപ്പിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ക്രോപ്പ് ഇത് തീരുമല്ലോ. അപ്പം നമ്മൾ ബയോഫ്ലോക്ക് അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഈ 1.5 വർഷം റൺ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ബേസ് ബുദ്ധിമുട്ടാണ്. അതിലും നമുക്ക് ഈ ഇച്ചിരി വലിയ കുളത്തിൽ ഡെൻസിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാൽ വലിയ കെയർ കൊടുക്കണ്ട, വലിയ തീറ്റ ചിലവില്ലാതെ നമുക്ക് 0 കോസ്റ്റ് വളർത്താൻ പറ്റും. ഓക്കെ. ഈ ഗൗരാമിയുടെ മറ്റ് മീനുകളെ അപേക്ഷിച്ച് ഗൗരാമി വളർത്തുന്നുണ്ടല്ലോ, നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് എൻ്റെ കസ്റ്റമേഴ്സ് മെയിനായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി, അതായത് സ്വയം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അവരെല്ലാ വർഷവും ഒരു 50 അല്ലെങ്കിൽ 100 കുഞ്ഞുങ്ങളെ, ഒരു സെൻറ്റ് കുളം ഉണ്ടെങ്കിൽ ഒരു 100 കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നമുക്ക് സ്വന്തം ആവശ്യത്തിന് നല്ല മീൻ കൂട്ടാമെന്നുള്ളതാണ്. കമേഴ്ഷ്യലായിട്ട് ഇതുവരെയായിട്ടും അതൊരു മാർക്കറ്റിങ്ങും പല പ്രശ്നങ്ങളുണ്ട്. ഈ മീൻ എന്നാണേലും വളർത്തിയെടുക്കാൻ പറ്റും, പക്ഷേ മാർക്കറ്റിംഗാണ് ഒന്നിച്ച് വിൽപ്പനയും അങ്ങനെയുള്ള. കാരണം ഈ കർഷകർ സാധാരണ ഈ സിറ്റി അല്ലെങ്കിൽ സിറ്റി ലിമിറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ലൈവ് ഫിഷ് എന്നുള്ള രീതിയിൽ പ്രീമിയം വിലയ്ക്ക് മാർക്കറ്റ് ചെയ്താലോ കാര്യമുള്ളൂ. ഏറ്റവും നല്ലത് സ്വന്തം ആവശ്യത്തിനെന്നുള്ള രീതിയിലാണ് എല്ലാവരും വളർത്തുന്നത്. അപ്പം 0 കോസ്റ്റ് വളർത്താം. ഒരു ഹൈ ഡെൻസിറ്റി ഇല്ലാതെ ഒരു രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഈ ഒരു 50% വെജിറ്റേഷനും ഇത് കഴിക്കുക. അതായത് വീട്ടിലെ വേസ്റ്റും ചപ്പാത്തി അങ്ങനത്തെ എല്ലാ സാധനവും തന്നെ കഴിക്കുന്നതാണ്. ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളതിൻ്റെ വേസ്റ്റ് മിച്ചമുള്ളത്. പിന്നെ അതല്ലാതെ മൾബറിയുടെ ഇല, ഈ ചെമ്പരത്തിപ്പൂ, അങ്ങനെ പൂക്കൾ, പഴങ്ങൾ, ചക്കപ്പഴം അല്ലെങ്കിൽ പച്ചച്ചക്കയാണ്, പയറ്, ഒരു 50% വെജിറ്റേഷനും കഴിക്കും. ഇപ്പം ഞാനിവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ചേമ്പലയാണ്. അപ്പം നമുക്ക് തീറ്റ ചിലവ് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും. തീറ്റ ചിലവ് 0 കോസ്റ്റ് വളർത്താം. കുഞ്ഞായിരിക്കുമ്പോൾ മാത്രം നമ്മൾ ഈ 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ സ്റ്റേജ് മാത്രം നമ്മൾ പെല്ലറ്റ് ഫീഡും ബാക്കിയുള്ള മീനിന് കൊടുക്കുന്ന കണക്കുള്ള പെല്ലറ്റ് ഫീഡ് ആ സൈസ് അനുസരിച്ച് കൊടുക്കണം. പക്ഷേ അതൊരു 2.5 ഇഞ്ച് ആകുമ്പം തൊട്ട് തന്നെ ചേമ്പിൻ്റെ ഇലയൊക്കെ കഴിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അത് വെജിറ്റേഷൻ്റെ ബാക്കിയുള്ള തീറ്റയുടെ അളവ് കൂട്ടിയിട്ട് ഇതിൻ്റെ അളവ് കുറയ്ക്കാം നമുക്ക്. ഞാനൊരു 96 തൊട്ട് ഇതിനെ വളർത്തുന്നതാണ്. ഈ ഇവിടെയൊക്കെ മാർക്കറ്റിൽ മീൻ തീറ്റ പെല്ലറ്റ് ഫീഡ് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2010 കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ പയ്യെ മീൻ തീറ്റ കടകളിലൊക്കെ കിട്ടാൻ തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു 10-14 വർഷത്തോളം ഒരു തീറ്റയും പുറത്തുനിന്നുള്ളത് കൊടുക്കാതെ ഈ ചേമ്പലയും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താണ് വളർത്തിയത്. അന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടായിരുന്നു. ഇത് കണക്ക് അസുഖങ്ങൾ പോലും കുറവായിരുന്നു ബാക്കി പുറത്തുനിന്നുള്ള തീറ്റ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആവശ്യമുള്ള കാൽസ്യം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഈ തീറ്റയിൽ നിന്ന് തന്നെ കിട്ടുമോ? മീൻ അതിന് അല്ലെങ്കിൽ പ്രോട്ടീൻ, മീനിന് മെയിനായിട്ട് പ്രോട്ടീനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചേമ്പലയൊന്നും അത്ര പ്രോട്ടീൻ ഇല്ല. അത് കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ കടലപ്പിണ്ണാക്ക് നമ്മൾ ഗോതമ്പ് തവിടും കൂടെ ഉരുളയാക്കി ബോളാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് ടൈറ്റ് ചെയ്ത് ഇച്ചിരി മാവ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത്, അതായത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് പയ്യെ അലിഞ്ഞു പോവുള്ളൂ. അപ്പം ചെറിയ ബോളാക്കി ഒരു ട്രേക്കകത്ത് വല്ലതും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം വെള്ളത്തിൽ കലരാതെ പെട്ടെന്ന് കഴിച്ചോളും. അല്ല വലിയ മീനൊക്കെ ആണെങ്കിൽ ചെറിയ ചപ്പാത്തിയുടെ ബോൾ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വെള്ളത്തിൽ വീഴുമ്പോഴേ തന്നെ അത് ക്യാച്ച് ചെയ്ത് ഒട്ടും വേസ്റ്റ് ആകാതെ. ശരിക്കും പലരും പറയുന്നിട്ടുണ്ട് ഈ നാച്ചുറൽ പോൺസ്, പ്രത്യേകിച്ച് ചേറുകുളങ്ങൾ അല്ലെങ്കിൽ മണ്ണ് കുളങ്ങളാണ് ഇത് വളരാനും ബ്രീഡിങ്ങിനും പറ്റിയതെന്ന് പറയുന്നു. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു ഇത് വിചാരിച്ചിരുന്നത്. അതായത് പാറക്കുളത്തിൽ അല്ലെങ്കിൽ നാച്ചുറൽ കുളത്തിൽ മാത്രമേ ബ്രീഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ഈ എൻ്റെ കണ്ടേക്കുന്ന ഇതെല്ലാം ഈ കാണുന്നതെല്ലാം പടുതാക്കുളമാണ്. പക്ഷേ ഇത് നാച്ചുറൽ കുളം പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ കുളം പോണക്കാണ്. ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണം. അതിപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഇടയിൽ ആണ് ഇത് കൂടുണ്ടാക്കുന്നത്. നമ്മൾ ചാക്ക് കീറിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ നൂലും കൂടെ അഴിച്ച് സ്ട്രോങ് ആയിട്ട് കൂടുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുളത്തിൽ
നല്ല പോണക്ക് ബ്രീഡ് ചെയ്ത് കിട്ടും. ബ്രീഡ് ചെയ്ത് കിട്ടും അല്ലേ? നമ്മളൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അതെ, ബ്രീഡിങ് യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ബ്രീഡിങ് യൂണിറ്റ് മെയിനായിട്ട് അധികം എണ്ണ ഇടാൻ പറ്റിയല്ല. അതായത് ഒരു സെൻറ്റ് കുളത്തിൽ ഒരു പിന്നെ 2 പെയർ കൂടുതൽ ഇടാൻ പറ്റിയല്ല. അല്ലെങ്കിൽ ഒരു 10 അടിയൊക്കെ ഉള്ളതിൻ്റെ അകത്ത് ഒറ്റ പെയറോ ഇടാൻ പറ്റില്ല. കാരണം ഇത് ടെറിട്ടറിയൊക്കെ മാർക്ക് ചെയ്തിട്ട്, അതായത് ഒരു കൂടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു 10 അടി ചുറ്റുവട്ടത്ത് വേറെ ഒരു മീനെ അടുപ്പിക്കാതെ ഗാർഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ കൂടുതൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഫൈറ്റ് ഉണ്ടായി ഒരിക്കലും കൂടുക. അങ്ങനെയാണ് പലയിടത്തും ആദ്യകാലത്തൊക്കെ ഈ ബ്രീഡിങ് പൊളിഞ്ഞു പോകുന്നത്. ബ്രീഡിങ് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുളത്തിലും ബ്രീഡിങ് നടക്കുകയെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാട് വന്നത്. ഒന്നാമതെ കൂടുണ്ടാക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്യണം. രണ്ടാമത് ഈ പറയുന്ന കണക്ക് എണ്ണം കൂട്ടി ഇട്ട് കഴിയുമ്പോൾ ഇത് തമ്മിലുള്ള ഫൈറ്റ് വരുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ കറക്റ്റ് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റ്, ഇപ്പോൾ ഈ സൈസിലുള്ള ഒരു കുളത്തിൻ്റെ അകത്ത് ഞാൻ ഏതാണ്ട് 5 മെയിലും 7 ഫീമെയിലുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 5 മെയിലിന് കൂട് കൂട്ടാനുള്ള സ്ഥലം ഇഷ്ടംപോലൊക്കെ കാരണം ഒരു 10-12 അടി അകലത്തിലാണെങ്കിലും 5 കൂട് അവർ അതിലായിട്ട് ഉണ്ടാക്കിക്കോളും. തമ്മിൽ വലിയ ഫൈറ്റ് വരികയില്ല. ആ കുളത്തിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ പെയറിടുന്നതിൻ്റെ എണ്ണം ക്രമീകരിക്കണം. അതായത് ഒരു 10 അടി റേഡിയസിലുള്ള ഒരു ഏരിയ, ഒരു സെമി സർക്കിള് അത്രയെങ്കിലും ഒരു മീൻ ഗാർഡ് ചെയ്ത് നിൽക്കുക. ഇത് ഫൈറ്റ് നടത്തുന്ന ഒരു മീനാണോ നമ്മുടെ വരാലിനെ ഒക്കെ പോലെ? ഇല്ല, അങ്ങനെ വലിയ ഫൈറ്റിംഗ് ടെൻഡൻസി ഇല്ല. പക്ഷേ ബ്രീഡിങ് ടൈമിൽ മെയില് വേറുള്ള മീനും അഗ്രസീവ് ആയിരിക്കും. 2 മെയില് കിടപ്പുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ചിലപ്പം ഒരെണ്ണത്തിനെ എന്നാ ഫിനിഷ് ചെയ്യുന്ന കണക്കുള്ള സാധ്യതയുണ്ട്. 1 സെൻറ്റ് കുളത്തിൽ എത്ര മീൻ നമുക്ക് വളർത്താൻ പറ്റും ഗൗരാമിയാണെങ്കിൽ? 1 സെൻറ്റ് കുളത്തിൽ നമ്മൾ ഏതാണ്ട് ഒരു 150 കിലോ, 400 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള വരുന്നത് 1 സെൻറ്റ്. ആ 400 സ്ക്വയർ ഫീറ്റിൽ ഏതാണ്ട് ഒരു 150 കിലോ മീൻ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പം 150 എണ്ണം അല്ലേ? 150 എണ്ണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോ വരെ നമുക്ക് ആ സ്പേസിൽ യൂസ് ചെയ്യാം. പിടിച്ച് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് 300 എണ്ണം ഇടാം. അപ്പോൾ 1/2 കിലോ ആയി കഴിയുമ്പം നമ്മൾ മാറ്റാം. അതായത് ആ ഒരു 150 കിലോ ഏതാണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കണക്ക്. കണക്ക്. അപ്പം നമ്മൾ അതിൻ്റെ ഡെപ്ത് നോക്കുമ്പോൾ എപ്പോഴും 1 മീറ്റർ കൂട്ടിക്കണ്ടാൽ മതി. പിന്നെ അതിൻ്റെ 1.5 മീറ്റർ സാധാരണ 5 അടിയാണ് ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ളത്. 5 അടി കൂടരുത് ഒരിക്കലും, കാരണം തണുപ്പ് കൂടും. 5 അടിയാണ് അതിൻ്റെ കറക്റ്റ് ആഴം. മീനിന് ഏറ്റവും വളർച്ച ഏറ്റവും ഓപ്റ്റിമം, അത് ഏത് മീനിനാണേലും 5 അടിയാണ് പറയുന്നത്. അതിന് താഴോട്ട് ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സർവൈവിൻ്റെ അല്ല, വളർച്ച കുറയും. ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് തണുപ്പ് കാലത്ത് ഇതിൻ്റെ മീനിൻ്റെ തീറ്റ എടുക്കിച്ച കുറയും. ഇതെല്ലാം ഈ കോൾഡ് ബ്ലഡഡ് സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ തീരെ ടെമ്പറേച്ചർ താഴ്ന്നു കഴിയുമ്പോൾ ഈ ഇങ്ങനത്തെ മീനുകളൊക്കെ തീറ്റ എടുക്കുന്നത് കുറയും. ഒരുമാതിരി ഹൈബർനേറ്റ് രീതിയിൽ അനങ്ങാതെ നിൽക്കും. അതേസമയം ഒരു 25-30 ഡിഗ്രിയാണ്. അതായത് നമ്മൾ വെള്ളത്തിൽ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യാത്ത, എന്നാൽ ചൂടും ഫീൽ ചെയ്യാത്ത ആ ഒരു 25 തൊട്ട് 30 ഡിഗ്രി വരെയാണ്. 5 അടി എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? 5 അടി കൂടിക്കഴിഞ്ഞാൽ തണുപ്പ് കാലത്തൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പ് വരും. അപ്പോൾ ഈ നാച്ചുറൽ പോണ്ടൊക്കെ വലിയ ചെക്ക് ഡാമുകൾ, നാച്ചുറൽ പോണ്ട്സ്, അതിനകത്തൊന്നും ഇത് ഇങ്ങനെ മത്സ്യകൃഷി ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? അല്ല, അതിനന്നേരം വരെയുണ്ട് പല ലെയറിലുള്ള അങ്ങനെ മത്സ്യങ്ങളെ നോക്കി മത്സ്യങ്ങൾ അതനുസരിച്ച്. ഇപ്പോൾ അതിൻ്റെ ആ ഡെപ്ത് ഉള്ളിടത്തോട്ട് പോയാൽ അതിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും അവൻ ചെയ്യുന്നത്. പിന്നെ വിലയുണ്ട്. ഈ പടുതാക്കുളത്തിലെ പോണക്കല്ല, അതിന് നാച്ചുറൽ പോണ്ടിലെ ടെമ്പറേച്ചർ വ്യത്യാസം വരും. ഈ പടുതാക്കുളത്തിൽ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് വേരിയേഷൻ ഇച്ചിരി കൂടും. ഇതിന് ഡയറക്റ്റ് ഓക്സിജൻ ബ്രീത്തിങ് ആണെന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവൊന്നും ഇതിന് അത്ര പ്രശ്നമല്ല. ഈ മുഷിയൊക്കെ വരാലൊക്കെ പോണൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഇതിൽ 2 ഗ്ലാൻസും ഉണ്ട്. ഈ ഗിൽസ് വഴി ഉള്ള ഓക്സിജൻ ബ്രീത്തിങ്ങും ഉണ്ട്. അതല്ലാതെ ഡയറക്റ്റായിട്ടും ഇതിന് ഓക്സിജൻ ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അപ്പം വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവില്ലെങ്കിൽ അവൻ മുകളിൽ വന്ന് എയർ എടുത്ത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്നാലും പെട്ടെന്ന് ചാകത്തില്ല? ഇല്ലില്ല, ചാകുകയില്ല. അത് നമുക്ക് ചണച്ചാക്കിലൊക്കെ വേണേൽ പൊതിഞ്ഞ് വലിയ മീനുകളെയൊക്കെ ദൂരോട്ടൊക്കെ ട്രാൻസ്പോർട്ട് അങ്ങനെ. പക്ഷെ പരിക്ക് പറ്റും. പക്ഷെ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു വിട്ട പലരും തിരിച്ച് 3-4 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും തിരിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് സർവൈവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ മ്യൂക്കസ് കണക്കുള്ള അതിൻ്റെ ഇതുണ്ടല്ലോ, അത് ഡ്രൈ ആയി പോവല്ല. വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഇവൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിച്ചുകൊണ്ടിരുന്നോളും. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് മരണം സംഭവിക്കത്തില്ല. നമുക്ക് ഈ ഗൗരാമിക്ക് രോഗങ്ങളും ഉണ്ടാകുന്ന അതിൻ്റെ പ്രിവെൻറ്റ് അതും കൂടെ ഒന്ന് പറയാമോ? ഇത് പൊതുവേ യാതൊരു രോഗം ഇല്ലാത്ത ഒരു മത്സ്യം എന്നുള്ള ഒരു ഇതായിരുന്നു. ഞാനും ആ ക്ലെയിം ഒരു 2018 വരെ ആ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഈ 96 തൊട്ട് 2018 വരെ ഒരു മത്സ്യം പോലും എനിക്കിവിടെ ഈ ഫാമിൽ രോഗം വന്ന് പോയിട്ടില്ലായിരുന്നു. പക്ഷേ 2018 എനിക്കൊരു അസുഖം വന്ന്
അത് എന്നാ ഏറ്റവും വലിയ കുളത്തിൽ ഏതാണ്ട് 100, വലിയ കുളത്തിലും ഒരു 2-3 കുളത്തിൽ കംപ്ലീറ്റ് മീൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഏതാണ്ട് 100 കിലോ മിച്ചം മത്സ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. അന്ന് CMFRI നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് പരിശോധിച്ച് അതിൻ്റെ ഞാൻ വേറൊരു പ്രൈവറ്റ് ലാബിൽ ആൾക്കാരെ കൂടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും 2 റിസൾട്ടൊക്കെയാണ് എനിക്ക് തന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതെന്തോ വൈറലോ ബാക്ടീരിയൽ എന്തോ ഇൻഫെക്ഷനാണ്. ആ ഒരു അസുഖം ഇപ്പോഴും ചില സമയങ്ങളിൽ വീണ്ടും റെക്കറിങ് ആയിട്ട് ഈ കേരളം മുഴുവൻ അത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പൊതുവെ ബാക്കിയുള്ള മത്സ്യങ്ങളെ വെച്ച് പൊതുവിൽ അസുഖം തീരെ കുറവുള്ള ഒരു മത്സ്യമാണ് ഈ ജയന്റ് ഗൗരാമി. ഈ ഫംഗസ് ബാധയാണ് മെയിനായിട്ട് വരുന്നത്. അത് നമ്മൾ ഒരു കുളത്തിൽ നിന്ന് വേറൊരു കുളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുമ്പോഴും പിന്നെ മീനിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊക്കെ വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ ചില ചൂടുള്ള കാലാവസ്ഥയിൽ വേനക്കൊക്കെയാണ് ഈ വെള്ളം മോശമായിട്ടുമൊക്കെ വരുമ്പോഴാണ് ഇത് കണ്ടേക്കുന്നത്. പക്ഷേ പൊതുവിൽ ബാക്കിയുള്ള മത്സ്യങ്ങളെ അപേക്ഷിച്ച് രോഗം തീരെ കുറവാണ്. നമ്മൾ സാധാരണ ഒരു കുളത്തിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളോളം യാതൊരു അസുഖവും ഇല്ലാതെ അവിടെ കിടക്കുന്നതാണ്. ഇതെല്ലാം ബ്രീഡിംഗ് കുളങ്ങളാണ്. ഇതിൻ്റെ അകത്തൊക്കെ 2 പെയർ വെച്ചാണ് ഇട്ടേക്കുന്നത്. അതായത് 2 മെയിലും ചിലതിൻ്റെ അകത്ത് 3 ഫീമെയിലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതായത് 3 എണ്ണം വരെ ഇടും. ഇതിൻ്റെ അകത്ത് ഇപ്പം 2 പെയറുണ്ട്. 2 പെയറിൻ്റെ അകത്ത് ഇതിപ്പോൾ അവിടെ ഒരു കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട് മുട്ട വിരിഞ്ഞ് കുഞ്ഞായി പോയതാണ്. ഈ കുറച്ചുകൂടെ കോരി എടുക്കാനുണ്ട്. നമുക്ക് ആ ഭാഗത്തായിട്ടും ഇങ്ങനെ 2 കോർണറിലായിട്ടാണ് ഏതാണ്ട് അവർ കൂട് വെക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ്. ഇവിടെ ഇപ്പം ഞാൻ കാണിക്കാം. ഇതിൻ്റെ ആ കൂട് ഇത് പോയി കഴിഞ്ഞ കൂടാണ് ഇത്. ഇങ്ങനെ നമ്മൾ ചാക്കൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഇങ്ങനെ ഇതിപ്പോൾ ചെറിയ ഇത് കണ്ട ഓയിൽ പോണക്ക് ഇങ്ങനെ ഓയിൽ പോണക്ക് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും മുട്ട ഇട്ടിട്ടെന്നുള്ള ആണ്. ഇതിങ്ങനെ പരന്ന് വന്നു കഴിഞ്ഞാൽ പരന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ നമ്മൾ പെട്രോളൊക്കെ വീണോണൊക്കെ ഇരിക്കുന്നത്. ഇത് അതിനകത്ത് ഇപ്പം കൂടുതൽ മുട്ടയുണ്ടോ? ഇപ്പം മിക്കവാറും ലൈവ് മുട്ട കാണും ചിലപ്പോൾ. വീണ്ടും ഇങ്ങനെ ചാക്കിട്ട് കൊടുക്കുവാണ് കൂടുതൽ. ചാക്ക് പുറത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കിക്കോളൂ, നമ്മളൊന്നും ചെയ്യണ്ട. അവരുടെ കൂടാണ് ഇത്. ഇതൊരു പക്ഷിക്കൂട് പോണക്ക് വലിയതായിട്ട് ബോൾ പോണക്കാവും. ബോൾ പോണക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിയിലോട്ട് മുട്ട തള്ളിക്കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പം മീൻ ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് ആണ് മുട്ട അതിൻ്റെ അകത്തോട്ട് തന്നെ ഡയറക്റ്റായിട്ട് ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഈ മെയിലും ഫീമെയിലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിൻ വെച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കും. അതായത് എയർ സർക്കുലേഷൻ, വെള്ളത്തിൻ്റെ ആ ഒരു കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇത് 24 മണിക്കൂറിന് ഇപ്പം മുട്ട വിരിയും. പക്ഷേ ഇത് പുറത്ത് വരണമെങ്കിൽ, കുഞ്ഞുങ്ങളായിട്ട് പുറത്ത് വരണമെങ്കിൽ 2 ആഴ്ച വരെ, ഒരാഴ്ച 10-12 ദിവസം തൊട്ട് 2 ആഴ്ച മിച്ചം വരെ സമയമെടുക്കും. കാരണം അത് കാലാവസ്ഥയുടെ അനുസരിച്ചൊക്കെയാണ്. വെള്ളത്തിന് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല ഇതാണെങ്കിൽ പെട്ടെന്ന് വളർച്ച വരും. തണുപ്പാണെങ്കിൽ വളർച്ച കുറവായിരിക്കും. നമ്മൾ പിന്നീട് രാത്രിയിൽ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായോ ഇല്ലയോ. ഈ സൈഡും വഴി തന്നെ കാണുമായിരിക്കും. അതൊരു 1 സെൻറ്റിമീറ്റർ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെ പിടിച്ച് ഇങ്ങനത്തെ റിങ്ങിൻ്റെ അകത്ത് ആക്കി ഒരു 2 മാസം വളർത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഈ 2 ഇഞ്ച് പ്ലസ് സൈസിൽ ഇപ്പം വിൽക്കാനുള്ള ഒരു സൈസാകുന്നത്. വിലഭാഗം കൂടെ ഒന്ന് പറയാമോ? 2 ഇഞ്ച് പ്ലസ് സൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ബ്ലാക്കിന് 2 ഇഞ്ച് പ്ലസ് സൈസിന് 30 രൂപയും പിങ്കിന് 100 രൂപയുമാണ്. പിങ്കിന് പക്ഷേ ഒരു 2.5-3 ഇഞ്ചാക്കിയാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ചിലർ വളർത്തി പരിചയമുള്ളവർക്കൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് പ്ലസ് സൈസ് 80 രൂപയ്ക്ക് കൊടുക്കാറുണ്ട്. മറ്റേ ആൽബിനോ റെഡ് ഐ എന്ന് പറയുന്നതുണ്ട്. പക്ഷേ അത് ഞാനിവിടെ അങ്ങനെ ബ്രീഡ് ചെയ്യുന്നില്ല. വേറെ ഇടത്തുനിന്ന് ബ്രീഡ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ബ്രീഡ് ചെയ്യുന്ന ഞാൻ അതിനെ ചിലർ ചോദിക്കുന്നവർക്ക് ചിലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൽബിനോയും ഇവിടെയുണ്ട്. അതിൻ്റെ കുഞ്ഞിന് നമ്മൾ 3 ഇഞ്ച് പ്ലസ് സൈസിന് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് അധികം എണ്ണമില്ല. അത് പക്ഷേ പക്ക ഓർണമെൻ്റൽ രീതിയിൽ വളർത്തുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു മനോഹരമായ എപ്പിസോഡ്, എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായ അടിപൊളി ഒരു എപ്പിസോഡ് നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇവിടെ ഒന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. മൊത്തത്തിൽ ചുറ്റിൽ മലകൾ, നമ്മളതെല്ലാം ആദ്യം തന്നെ കാണിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ ഒരു പ്രദേശം മൊത്തത്തിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം. ഈ കുളങ്ങൾ കാണാം, അതിനൊപ്പം തന്നെ ഇവിടെ നല്ലൊരു പുഴയുണ്ട്, അതിൻ്റെ തീരത്ത് വന്നിരിക്കാം അല്ലേ. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ ചില കാര്യങ്ങളോട് ചോദിക്കാണ്ട്, ശരിക്കും മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് ഈ ഒരു ഗൗരാമി? വളർത്തുമീനിൽ ഏറ്റവും രുചിയുള്ളത് ഗൗരാമിയാണ്. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ കരിമീൻ വരെ മാറി നിൽക്കും. ഞാൻ കഴിച്ചിട്ട് ഇതാണ്. അതായത് ഒരു 3/4 കിലോ ഒക്കെ ഉള്ള
ഈ ഗൗരാമി പൊള്ളിക്കുകയാണെങ്കിൽ കരിമീൻ മാറി നിൽക്കും. അത്ര ടേസ്റ്റ് ആണ്. അത്ര ടേസ്റ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈം എന്ന് പറയുന്നതാണോ ഒരു 3/4 കിലോ? ഈ നമ്മൾ ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ പൊള്ളിക്കാനൊക്കെ ആ ഒരു സൈസാണ് നല്ലത്. പിന്നെ ഇത് 3-4 കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഫിഷ് മോളി അങ്ങനെയുള്ള ഡിഷിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഗ്രില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ 1 കിലോ 1.5 കിലോ ആണ് ഏറ്റവും സെറ്റപ്പ്. ഗ്രില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് പിങ്ക് ഗൗരാമിയാണ്. ഈ നമ്മളിപ്പോ അതാണ്. പിന്നെ അതിന്റെ വില വെച്ച് ആരും ഇപ്പൊ അങ്ങനെ കഴിക്കാറില്ലെന്നുള്ളൂ. കാരണം 1 കിലോയൊക്കെയുള്ള ഗൗരാമിക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്ന 1300-1250 വിലയുണ്ട്. അത്രയും വിലയുണ്ട്. നമ്മൾ അക്വേറിയത്തിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ 10,000-3000. അത് ഇവിടുന്ന് എന്നാ തൃശ്ശൂർ സൈഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകുമ്പോഴേക്കും 10,000-5000 ഭയങ്കര വിലയുള്ള മീനാണ്. ഓർണമെന്റൽ രീതിയിൽ. കിലോയ്ക്കാണോ അതോ ഒരു ഫിഷിനാണോ? ഒരു ഫിഷിന് തന്നെ. നമ്മളിവിടെ കൊടുക്കുന്ന ചെറിയ മീനിന് പോലും 100 രൂപയ്ക്ക് കൊടുക്കുന്നത് പോലും ഈ തൊട്ടപ്പുറയുള്ള പാലായി വരെ അക്വേറിയത്തിൽ 500 രൂപയാണ്. അത്രയും ഒരു പ്രീമിയം ഫാൻസി ഐറ്റം രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ട് അതിന്. ബ്ലാക്ക് നമ്മൾ ബ്ലാക്കാണ് ഏറ്റവും എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ബ്ലാക്കിന് ഇപ്പം അക്വേറിയം ഫിഷ് ആയിട്ടാണേലും അതെല്ലാം ഒരു ഫാൻസി ഐറ്റമാണ്. ആൾക്കാർ പല മാർക്കറ്റും പല രീതിയാണ്. എന്നാലും പൊതുവെ കിലോയ്ക്ക് ഒരു 500 രൂപ പ്ലസ് ഉണ്ട് എഡിബിൾ ഫിഷ്. പക്ഷേ ഞാൻ ഇതിന് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ വ്യാവസായികമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 80% ആൾക്കാർക്ക് ഗൗരാമി എന്നാണ് അതിന്റെ ടേസ്റ്റ് ആരും കഴിച്ചിട്ടില്ല. സത്യമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഒരു വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സർപ്ലസ് ആയിട്ടുള്ള മീന് ഉൽപാദനം വന്നിട്ടില്ല. അതുകൊണ്ട് ആളുകൾക്ക് പേടിയാണ് ഇതെങ്ങനെ. അങ്ങനെയല്ല, ഇതിപ്പം ഈ എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിലോട്ട് വരാൻ അതാ കോവിഡിന് മുമ്പ് ഇത് വിറ്റഴിക്കപ്പെട്ടു. ആവശ്യത്തിന് ഉൽപാദനം വന്ന്, കാരണം കുഞ്ഞുങ്ങളും ഉൽപാദകരും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാർക്കറ്റ് വരുള്ളൂ. അങ്ങനെ വന്ന് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് ആയി വന്നതായിരുന്നു. അപ്പോൾ ഒരു 400-450 രൂപ പെർ kg മാർക്കറ്റിൽ പയ്യെ വന്നതായിരുന്നു. പക്ഷെ അന്നേരമാണ് കോഡ് വരുന്നത്. കോഡ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇതിന്റെ വില 1 കിലോ ഉള്ള ഫിഷിന് 1000-ന് മുകളിലായി. അതൊക്കെ അന്നേരം ഈ പെറ്റെന്നുള്ള രീതിയിലും വളർത്തുമീൻ എന്നുള്ള രീതിയിലും മാർക്കറ്റ് മാറിപ്പോയി. അപ്പം വീണ്ടും തിരിച്ച് ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കാരണം ഈ മാർക്കറ്റിൽ ഒരിക്കലും സപ്ലൈ ഇല്ല. അതുകൊണ്ട് എന്നാൽ ആരെങ്കിലും കുറച്ചൊരു 200 കിലോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് വിൽക്കാൻ ബുദ്ധിമുട്ടും വരും. പക്ഷേ ഇത് അറിയാവുന്നവർക്ക്, ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നവർക്ക് ഇത് വീണ്ടും മേടിക്കും. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെന്നുള്ളതാണ്. ഇതിന് മെയിൻ വേറൊരു പ്രത്യേകത, ഇതിന് മെയിൻ ഒരൊറ്റ മുള്ളേ ഉള്ളൂ. ദശ കൂടുതലുണ്ട്. ദശ ഇച്ചിരി ഉറപ്പായിട്ടുള്ളതാണ്. നമ്മുടെ വിള മീനൊക്കെ പോണക്ക് മെയിനായിട്ട് ഒരു ഒറ്റ ഉള്ളൂ, വൈമുള്ളുകളില്ല. ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഇച്ചിരി ഇതായിട്ടുള്ള ഈ മറ്റേ കട്ട്ല രോഹു ഒക്കെ പോണക്ക് ചോറ് ടൈപ്പ് അല്ല, നല്ല കട്ടിയുള്ള ഇറച്ചിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും നിങ്ങൾക്ക് എന്തായാലും ഇത് കാണുന്ന എൻ്റെ അഭിപ്രായത്തിൽ വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മത്സ്യമാണ്. ഇല്ല, നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ഏറ്റവും. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് 10-20 കുളമുണ്ട്. എന്നാൽ പോലും ഒരു മാസം ഞാൻ ഇവിടുന്ന് മാറി നിന്നാൽ പോലും കുളത്തിന് ഒന്നും സംഭവിക്കില്ല. അത് മെയിനായിട്ട് ഇപ്പം ബ്രീഡിങ്ങിനാണ്. അപ്പോൾ എല്ലാ കുളത്തിലും 4-5 ചില കുളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും മീൻ ഒരിക്കലും ഇതൊന്നും പഞ്ഞം നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ചാകുമൊന്നുമില്ല. അതെന്തായാലും കിട്ടുന്നത് നല്ലോണം സർവൈവ് ചെയ്യുന്നതാണ്. വേറെ ഓക്സിജന്റെ അളവോ അത് കണ്ടില്ല. ആ കുളമൊക്കെ ഇതിന്റെ വെള്ളം ഇതെല്ലാം വീണ് കറുത്താണ് കിടക്കുന്നത്. എന്നാൽ പോലും ആ മീൻ സർവൈവ് ചെയ്യും. അതിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുമെന്ന് മാത്രമേ. അമോണിയം പ്രശ്നം അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഒന്നുമില്ല. പക്ഷെ അമോണിയ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി വരികയെന്നേ ഉള്ളൂ. പക്ഷെ ഗ്രോത്ത് റേറ്റ് കുറയും. ഡെത്ത് ഉണ്ടാവില്ല. ഡെത്ത് ഉണ്ടാകില്ല ഒരു പരിധി വരെ. അതായത് നല്ല കണക്ക് ബാക്കിയുള്ള മീനെ അനുസരിച്ച് ഭയങ്കരമായിട്ട് ടോളറേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാനീ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ മേഖലയും കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. എപ്പോഴും ചോദിക്കാതെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ വിളിക്കുക, വൈകിട്ട് വിളിക്കുക. അതെ, കിട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മസ്റ്റായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക. ഈ ലൊക്കേഷൻ വിളിച്ചിട്ട് വരാവുള്ളൂ. അതെ, ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. എങ്ങനെ വിളിച്ചിട്ട് വരാവുള്ളൂ എന്ന് പറയും. തീർച്ചയായും വിളിച്ചിട്ടേ എല്ലാവരും വരാവുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇസ്മി ജോബിൻ ജമാണി സൈനിങ് ഫ്രോം മകരക്കുന്ന്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു.